തട്ടമിട്ടതാകുന്ന സുന്ദരികളാകുന്ന സഹോദരിമാരെ, വീടിന്റെ അകത്തലങ്ങൾ കയറി നിന്റെ ഔറത്തുകൾ മറച്ച്, നിന്റെ നഗ്നതകൾ മറച്ച്, പരപുരുഷന്മാരെ കാണാതെ നമസ്കാര കുപ്പായമിട്ടുകൊണ്ട് മുസല്ലയിൽ ഇരുന്നു കൊണ്ട് തൗബ ചെയ്യ് പെണ്ണേ, ഇസ്തിഗ്ഫാർ ചൊല്ല് പെണ്ണേ. യുർസിലിസ് സമാ അലൈക്കും മിദ്റാറാ, അതിശക്തമായ മഴ നിങ്ങൾക്ക് വർഷിക്കുന്നതാണ്. ഖുർആൻ പറയുകയാണ് മിദ്റാറാ, ശക്തമായ മഴ നിങ്ങൾക്ക് വർഷിക്കുമത്രേ നിങ്ങൾ ഇസ്തിഗ്ഫാർ ചൊല്ലിയാലെന്ന് പരിശുദ്ധ ഖുർആൻ. തീർന്നില്ല. വയുംദിദുകും ബിഅവാൽ ഉസ്താദേ, എനിക്ക് സമ്പത്തില്ല, എൻ്റെ കച്ചവടം പ്രയാസമാണ്, നോട്ട് നിരോധനം മൂലം ഞാൻ പ്രയാസത്തിലാണ്, GST വന്നത് മുതൽ ഞാൻ ഇടങ്ങേറാണ്, എൻ്റെ കച്ചവടം നടക്കുന്നില്ല, റിയൽ എസ്റ്റേറ്റിൻ്റെ ബിസിനസ്സാണ് എനിക്കുള്ളത് ഉസ്താദേ, ഒരു കച്ചവടം പോലും നടക്കുന്നില്ല, എൻ്റെ കച്ചവട സ്ഥാപനങ്ങൾ മുഴുവൻ പൂട്ടിയിരിക്കുകയാ. പറയാൻ നിൽക്കു പൊന്നുമോനെ, ലിസാനുദ്ദാകിർ, നിന്റെ നാവ് കൊണ്ട് അല്ലാഹുവിനെ സ്മരിച്ചുകൊണ്ട് റബ്ബിലേക്ക് നീ തൗബ ചെയ്തുകൊണ്ട് അസ്തഗ്ഫിറുല്ലാഹൽ അലീം എന്ന് ഇരുളിന്റെ മറവിലിരുന്നു കൊണ്ട് നീ ചൊല്ലിയാൽ യുംദിദുകും ബിഅവാൽ, സമ്പത്ത് കൊണ്ട് നിന്നെ മൂടുമേ എന്ന് വിശുദ്ധ ഖുർആൻ. ഇത് കേവലം കുമ്മനം ഉസ്താദിന്റെ അധ്യാപനമല്ല, ഇതേതെങ്കിലും ഉലമാക്കളുടെ ഏതെങ്കിലും പ്രത്യയ ശാസ്ത്രക്കാരുടെ വാദമല്ല, ഇത് വിശുദ്ധമായ ഖുർആനിന്റെ പ്രഖ്യാപനമാണ്. ഖുർആൻ പഠിക്കണേ, ഉൾക്കൊള്ളണേ, ഖുർആൻ ഓതി നോക്കണേ, ഖുർആനിലേക്കൊന്ന് കടന്നു വരണേ. ഇന്ന് നമ്മൾ ഖുർആൻ പഠിക്കാതെ ഖുർആനിന്റെ വക്താക്കളാണെന്ന് പറയുന്നവർ പരിശുദ്ധമായ ഖുർആനിനെ മനോഹരമായ പൈന്തിട്ടുകൊണ്ട് ഷെൽഫുകളിൽ വെച്ചിരിക്കുകയാണ്. പള്ളിയുടെ അകത്തലങ്ങളിൽ ഷെൽഫുകൾ വെച്ചിരിക്കുകയാണ് ഖുർആൻ, വീടിന്റെ അകത്തലങ്ങളിൽ TV സ്റ്റാൻഡിൽ വെച്ചിരിക്കുന്ന ഖുർആൻ. ആ ഖുർആൻ ഒന്ന് ഒതുവെടുത്തുകൊണ്ട് ഓതണേ പൊന്നുമോനെ. ഖുർആൻ പറയുകയാ, നിനക്ക് സമ്പത്തില്ലയോ പണമില്ലയോ, നിന്റെ ഭർത്താവ് പ്രവാസ ലോകത്ത് പ്രയാസം അനുഭവിക്കുന്നവനാണോ, പൊന്നുമോളെ അസ്തഗ്ഫിറുല്ലാഹ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. ونشهد أن لا إله إلا الله وحده لا شريك له. ونشهد أن سيدنا ونبينا محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. الصلاة والسلام عليك يا سيدي يا رسول الله. خذ بيدي قلت حيلتي أدركني
يا حبيبي يا رسول الله. بسم الله العظيم القدرة والشان شديد البطش والبرهان حافظ الدين والقرآن. بسم الله ما شاء الله كان. بسم الله ما شاء الله كان. بسم الله ما شاء الله كان. وما لم يشأ لم يكن ولا حول ولا قوة إلا بالله العلي العظيم. اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. وما توفيقي إلا بالله عليه توكلت وإليه أنيب. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. والعصر إن الإنسان لفي خسر إلا الذين آمنوا وعملوا الصالحات إلا الذين آمنوا وعملوا الصالحات وتواصوا بالحق وتواصوا بالصبر. صدق الله مولانا العظيم. قال رسول الله صلى الله عليه وسلم: أربعة من كنز الدنيا لسان ذاكر وقلب شاكر وبدن صابر وزوجة تعين أحدكم على دينه. صدق رسول الله صلى الله عليه وسلم. رب رب ربه لم يعرفا ولم يروب ربيبه لكن أضل القوم بالآراء. لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله. زر ضريح المصطفى وزد إقامة به. زرت حميم زاويا عن قلبك زلزال زال. لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله. ബഹുനിരായ ഉസ്താദ് അവറുകൾ, ഗൗസിയ കരിമക്കാട് സാധു
യുവജന സമിതിയുടെ കർമ്മോത്സുകരായ പ്രവർത്തകർ, പ്രിയപ്പെട്ട മുത്തഅല്ലിം സുഹൃത്തുക്കളെ, സഹോദര സഹോദരിമാരെ, മദ്രസ വിദ്യാർത്ഥിനികളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ള സഹോദര സഹോദരിമാരെ, ഈ രാവിൽ ഒരുപാട് ആളുകൾ അശ്ലീലതയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന രാവാണ്. അതിൽ മുസ്ലിം നാമധാരികളാകുന്ന സഹോദര സഹോദരിമാരുൾപ്പെടെ ഉണ്ട് എന്നുള്ളതാണ് ഈ രാവിലെ ഇത്തരത്തിലുള്ളൊരു വഅദിൻ്റെ മജ്‌ലിസിലേക്ക് ഇതിൻ്റെ സംഘാടകരുടെ ചിന്ത പോയത്. അല്ലാഹു അവരെ കബൂലാക്കുമാറാവട്ടെ, സ്വീകരിക്കുമാറാവട്ടെ. പ്രിയമുള്ള സഹോദര സഹോദരിമാരെ, ആദരവായ പ്രവാചകൻ നബിയുന മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, 4 കാര്യങ്ങൾ ഈ ദുനിയാവിലെ നിധികളിൽപ്പെട്ടതാണ്. അത് മാത്രമാണ് ഇന്നത്തെ ദിവസം ചർച്ച, വേറൊന്നുമില്ല. ദുനിയാവിലെ 4 നിധികൾ, അത് നമ്മുടെ കൈകളിലുണ്ടോ എന്നുള്ള ഒരു പുനർപരിശോധനയാണ് ഈ സദസ്സിലൂടെ, ഈ രാവിലൂടെ നമ്മൾ നടത്തുന്നത്, വേറൊന്നുമില്ല. ദുനിയാവിലെ 4 നിധി ഏതൊക്കെയാണെന്ന് പഠിക്കണ്ടേ? ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അർബഅത്തും മിൻ കൻസിദ് ദുനിയാ ലിസാനുൻ ദാകിർ വഖൽബുൻ ശാകിർ വബദനു സാബിർ വസൗജത്തുൻ തുഈനു അഹദകും അലാ ദീനിഹി. 4 കാര്യങ്ങളാണ് ഈ ദുനിയാവിലെ നിധികൾ. അതാണ് നമ്മൾ ഈ സദസ്സിലൂടെ കരുമക്കാട് ദേശത്ത് ഒരുമിച്ച് കൂടിയ സഹോദരങ്ങൾക്ക് ഇന്നത്തെ ദിവസം കിട്ടുന്ന അറിവതാണ്. 4 നിധികൾ നമ്മുടെ ജീവിതത്തിലുണ്ടോ, ഈ ഭൗതിക ജീവിതത്തിലുണ്ടോ എന്ന് നമ്മൾ പഠിക്കുകയാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്, അർബഅത്തും മിൻ കൻസിദ് ദുനിയാ. സ്വഹാബത്തെ, ഈ ദുനിയാവിലെ 4 നിധികളുണ്ട് സഹാബ. ആ നിധികൾ ഒരുമിച്ച് കൂട്ടിയവൻ രക്ഷപ്പെട്ടു എന്ന് ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു ആ 4 നിധികളും ഒരുമിച്ച് കൂട്ടിയ സാലിഹീങ്ങളിലും സാലിഹാത്തുകളിലും അല്ലാഹു നമ്മളെ ഉൾപ്പെടുത്തട്ടെ. ആമീനൊരു കട്ടി പോരല്ലോ. അല്ലാഹു നമ്മളെ ഉൾപ്പെടുത്തട്ടെ. അങ്ങനെ ഉറക്കം പറയും. അല്ലാഹു നമ്മളെ സ്വീകരിക്കുമാറാവട്ടെ. ആദരവായ പ്രവാചകൻ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതിലാദ്യമായി പറയുന്നത് ലിസാനുൻ ദാകിർ, അല്ലാഹുവിനെ ദിക്ർ ചൊല്ലുന്നതായ, അല്ലാഹുവിനെ സ്മരിക്കുന്നതായ, അല്ലാഹുവിനെ ഓർക്കുന്നതായ നാവാണ്. അല്ലാഹുവിനെ ദിക്ർ ചൊല്ലുന്ന നാവ് ഒരു മനുഷ്യനുണ്ടോ, അവൻ ഈ ദുനിയാവിലെ നിധി അവൻ്റെ കയ്യിൽ ഒന്നുണ്ടെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. നമ്മുടെ കയ്യിൽ അതുണ്ടോ എന്ന് ചിന്തിച്ചാൽ മതി. കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യസ്തഗ്ഫിറു കുല്ല യൗമിൻ 100 മർറ ഔ 70 മർറ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എല്ലാ ദിവസവും എല്ലാ രാവുകളും അല്ലാഹുവിന്റെ റസൂൽ 100 പ്രാവശ്യമോ 70 പ്രാവശ്യമോ ആയി ഇസ്തിഗ്ഫാർ ചൊല്ലുമായിരുന്നു അത്രേ. അസ്തഗ്ഫിറുല്ലാഹൽ അദീം, അസ്തഗ്ഫിറുല്ലാഹൽ അദീം. ഉന്നതനായ റബ്ബിനോട് ഞാൻ പാപമോചനത്തിന് അർത്ഥിക്കുന്നു. ഇതാണ് അസ്തഗ്ഫിറുല്ലാഹൽ അദീം. ഈ രാവിലെ സത്യത്തിൽ ഏറ്റവും കൂടുതൽ ചെല്ലേണ്ടതും അതാണ്. കാരണം ജനങ്ങൾ മുഴുവനും തെറ്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. പലരും കുപ്പി വാങ്ങി വെച്ചിരിക്കുന്നു, പൊട്ടിക്കാൻ റെഡിയായി നിൽക്കുന്നു. 12 മണിയാകുമ്പോൾ പടക്കം പൊട്ടിക്കാൻ നിൽക്കുന്നു. ഒക്കെ റെഡിയാക്കി ഇങ്ങനെ വെക്കുന്ന ഈ സമയത്ത് നമ്മൾ എന്ത് ചെയ്യുക? അസ്തഗ്ഫിറുല്ലാഹൽ അദീം ചെല്ലുക. റബ്ബിന് ഭയങ്കര ഇഷ്ടമാണ്. അല്ലാഹു തൗഫീഖ് തരട്ടെ. അതുകൊണ്ട് ഈ സദസ്സിൽ വന്നു ചേർന്നവർക്ക് വലിയ ഖൈറാണ്. അല്ലാഹു കബൂലാക്കട്ടെ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എല്ലാ ദിവസവും മുടങ്ങാതെ 100 പ്രാവശ്യമോ 70 പ്രാവശ്യമോ ഇസ്തിഗ്ഫാർ ചൊല്ലുമായിരുന്നു അത്രേ. അസ്തഗ്ഫിറുല്ലാഹൽ അദീം, അസ്തഗ്ഫിറുല്ലാഹൽ അദീം, അസ്തഗ്ഫിറുല്ലാഹൽ അദീം. ഉന്നതനായ റബ്ബിനോട് ഞാനിതാ പാപമോചനത്തിന് അർത്ഥിക്കുന്നു എന്നുള്ള പദം അല്ലാഹുവിന്റെ റസൂൽ ഒരു
ദിവസം 100 പ്രാവശ്യം പറയുമായിരുന്നു അത്രേ. നമ്മൾ എത്ര പ്രാവശ്യം പറയുന്നുണ്ട്? വേണ്ട, ഇന്ന് എത്ര പ്രാവശ്യം ചെയ്തിട്ടുണ്ട്? ചിന്തിക്ക്. നമ്മളൊരു സദസ്സിൽ നിന്ന് വന്നപ്പോൾ നമുക്ക് കുറേ ജീവിതത്തിലേക്ക് മാറ്റത്തിന് വേണ്ടിയുള്ള അമലുണ്ടാവണം. അതാണ് നമ്മുടെ സദസ്സിൽ നിന്ന് കിട്ടേണ്ടത്. അല്ലാഹു തൗഫീഖ് തരട്ടെ. അതിനാദ്യമായി പറഞ്ഞു തരാണ് അസ്തഗ്ഫിറുല്ലാഹൽ അദീം. ഭയങ്കര ദിക്റാണ്, ചെറിയ ദിക്റല്ല. ഇസ്തഗ്ഫിറൂ റബ്ബക്കും ഇന്നഹു കാന ഗഫാറാ യുർസിലിസ് സമാ അലൈക്കും മിദ്റാറാ ويمددكم بأموال وبنين ويجعل لكم جنات ويجعل لكم أنهارا ما لكم لا ترجون لله وقارا وقد خلقكم أطوارا. പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുകയാണ്. നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ സമുദായത്തോട് നൂഹ് നബി അലൈഹിസ്സലാം പറഞ്ഞു അത്രേ, ഇസ്തഗ്ഫിറൂ റബ്ബക്കും ഇന്നഹു കാന ഗഫാറാ. നിങ്ങൾ റബ്ബിനോട് പാപമോചനം തേടണേ. ആ റബ്ബിനെ അനുസരിക്കാതെ ധിക്കരിച്ചുകൊണ്ട് നിലകൊള്ളരുതേ. നമസ്കരിക്കാൻ അവരോട് പറഞ്ഞപ്പോ, റബ്ബിന്റെ മുന്നിൽ സുജൂദ് ചെയ്യാൻ പറഞ്ഞപ്പോ വിസമ്മതിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ബിംബാരാധകരായി നിലകൊള്ളുന്നതാകുന്ന സമൂഹമാണ്. അവരോടായിട്ട് നൂഹ് നബി അലൈഹിസ്സലാം പറയുകയാ, നിങ്ങളുടെ പാപങ്ങളെല്ലാം അല്ലാഹു ഇതാ പുറത്തു തരാൻ പോവുകയാണ്. ഇസ്തഗ്ഫിറൂ റബ്ബക്കും ഇന്നഹു കാന ഗഫാറാ. അല്ലയോ സമൂഹമേ, അല്ലാഹുവിലേക്ക് തൗബ ചെയ്തുകൊണ്ട് ഇസ്തിഗ്ഫാർ ചെയ്തുകൊണ്ട് കടന്നു വരണേ. ഇന്നഹു കാന ഗഫാറാ. തീർച്ചയായും അല്ലാഹു അങ്ങേയറ്റം പുറത്തു കൊടുക്കുന്നവനാണ്, പുറത്തു തരുന്നവനാണ്. എത്ര പാപമംഗുലമാകുന്ന കരങ്ങൾ നിങ്ങൾ റബ്ബിലേക്ക് ഉയർത്തിയാലും, എത്ര തെറ്റുകൾ നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിലും അല്ലാഹു പൊറുക്കുന്നതാണ്. പരിശുദ്ധമാക്കപ്പെട്ട ഇൽമിന്റെ സദസ്സിലേക്ക് ഔസിയയുടെ പ്രവർത്തകർ ഒരുമിച്ച് കൂട്ടിയ മതവിജ്ഞാന വേദിയിലേക്ക് 2017 വിട ചൊല്ലാൻ വേണ്ടി ഒരുമിച്ച് കൂടിയിട്ടുള്ളതാകുന്ന ചെറുപ്പക്കാരെ, സഹോദരങ്ങളെ, കള്ളു കുടിച്ചവരില്ലയോ, വ്യഭിചരിച്ചവരില്ലയോ, പലിശയുമായി ബന്ധപ്പെട്ടവരില്ലയോ, ഹറാമ് ഭുജിച്ചവരില്ലയോ, സിനിമ കണ്ടവരില്ലയോ, സിനിമാ പാട്ടുകൾ കേട്ടുകൊണ്ടിരുന്നവരില്ലയോ, അശ്ലീലതയിൽ ലോകത്തേക്ക് ഡബ്ല്യു അടിച്ചുകൊണ്ട് മോശപ്പെട്ട രീതിയിലേക്ക് കണ്ണുകളെ പായിച്ചവരില്ലയോ, തൗബ ചെയ്യണേ. ഇതാ നിങ്ങൾക്കൊരു പുതുവർഷ പുലരെ കടന്നു വരുമ്പോ നിങ്ങളുടെ മുന്നിൽ അല്ലാഹു പറയുകയാണ്, ഇസ്തഗ്ഫിറൂ റബ്ബക്കും. നിങ്ങളുടെ റബ്ബിനോട് പൊറുക്കലിനെ തേടണേ. ഇന്നഹു കാന ഗഫാറാ. എത്ര വലിയ തെറ്റ് ചെയ്തവനാണെങ്കിൽ കൂടി അല്ലാഹുവിന്റെ പാവം പുറത്തു കൊടുക്കുന്നവനാണ്. തെറ്റ് ചെയ്യാത്ത മനുഷ്യരാരാണ് സഹോദരാ? തെറ്റ് ചെയ്യാത്ത മനുഷ്യരാരാണ് പെണ്ണെ? കുല്ലു ബനി ആദമ ഖത്താ. ഹബീബായ നബി തങ്ങൾ പഠിപ്പിച്ചില്ലയോ, ആദം സന്തതികൾ മുഴുവൻ തെറ്റുകാരാണ്. തെറ്റ് ചെയ്യാത്തതാകുന്ന മനുഷ്യരില്ല. അറിയാതെ സിനിമ കാണുകയും സീരിയൽ ദർശിക്കുകയും ചെയ്യുന്നതാകുന്ന സമൂഹമേ, ഈ രാവിലെ റബ്ബിലേക്ക് നിങ്ങൾ തൗബ ചെയ്തുകൊണ്ട് റബ്ബിലേക്ക് പൊട്ടിക്കരയണേ. അല്ലാഹുവേ, എന്റെ 2 നയനങ്ങൾ കൊണ്ട് ഞാൻ അന്യ പെണ്ണിലേക്ക് നോക്കിയിട്ടുണ്ട്. അന്യ പുരുഷനുമായി സംസർഗം പുലർത്തിയിട്ടുണ്ട് റബ്ബേ. അവനുമായി സംസാരിച്ചിട്ടുണ്ട്. അവന്റെ കൈകളിലേക്ക് എൻ്റെ കൈ അറിയാതെ ചെന്നിട്ടുണ്ട്. എൻ്റെ വാപ്പയറിയാതെ, ഉമ്മ അറിയാതെ എത്രയോ രാവുകൾ ഞാൻ തെറ്റുകൾ വ്യാപൃതരായിട്ടുണ്ട്. നിന്നിലേക്ക് ഞാനിതാ പൊറുക്കലിനെ തേടുകയാണ്. എൻ്റെ പാപങ്ങൾ പുറത്തു തരണേ അല്ലാ. ഈ ഔസിയ നഗറിൽ വെച്ചുകൊണ്ട് ഞാനിതാ നിന്റെ ദർബാറിലേക്ക് പൊട്ടിക്കരയുന്നു. അല്ലാ, നീ ചോദിച്ചാൽ തീർച്ചയായും
പറയും, അല്ലാഹു പാപം പുറത്തു തരുമേ, പുറത്തു തരുമേ. തീർന്നില്ല. പരിശുദ്ധമായ ഖുർആൻ വീണ്ടും പറയുകയാണ്. സൂറത്തുൻ നൂഹിലൂടെ അല്ലാഹു വ്യക്തമാക്കുകയാണ്, ഖുർആൻ ഓതാൻ അറിയുന്നവരെ, പഠിക്കുന്നവരെ, ഖുർആനുമായി ബന്ധം പുലർത്തുന്ന മുസ്ലിമേ, ആ ഖുർആൻ ഒന്നെടുക്കണേ, ഒന്നോതി നോക്കണേ. സൂറത്തുൻ നൂഹിലൂടെ തൗബ ചെയ്യുന്നവർക്ക് അല്ലാഹു നൽകുകയാണ്. ഒരു മുഅ്മിനായ മനുഷ്യനവന്റെ ജീവിതത്തിൽ എപ്പോഴും കൊണ്ടു നടക്കേണ്ടതാണ് തൗബ. അവൻ തൗബയെ പുതുക്കണേ. അല്ലാഹുവിന്റെ റസൂൽ ഖുർആൻ ഓതിക്കൊണ്ട് പറയുകയാണ്, തൗബ ചെയ്യുന്നവന്റെ തൗബയെ അല്ലാഹു പാപത്തെ പുറത്തു കൊടുക്കുന്നു എന്ന് മാത്രമല്ല, യുർസിലിസ് സമാ അലൈക്കും മിദ്റാറാ. നാട്ടിൽ മഴയില്ല എന്ന് പറയുന്ന സമൂഹമേ, നിങ്ങൾക്കിതാ സുന്ദരമായ മഴയെ അല്ലാഹു നൽകുമത്രേ. മഴയില്ലാതെ വിഷമിക്കുമ്പോ, മഴയില്ലാതെ പ്രയാസപ്പെടുമ്പോ, അല്ലാഹുവിന്റെ പള്ളിയുടെ അകത്തളത്തിൽ കയറിയിരുന്നു കൊണ്ട് 100 ഇസ്തിഗ്ഫാർ ചൊല്ലാ മുസ്ലിമേ. നിന്റെ നാവൊന്ന് ചലിപ്പിക്കാൻ കഴിയുമോ? നിന്റെ നാവ് കൊണ്ട് ദിക്ർ ചൊല്ലാൻ കഴിയുമോ? അല്ലാഹുവിനെ ഓർക്കാൻ കഴിയുമോ? തട്ടമിട്ടതാകുന്ന സുന്ദരികളാകുന്ന സഹോദരിമാരെ, വീടിന്റെ അകത്തലങ്ങൾ കയറി നിന്റെ ഔറത്തുകൾ മറച്ച്, നിന്റെ നഗ്നതകൾ മറച്ച്, പരപുരുഷന്മാരെ കാണാതെ നമസ്കാര കുപ്പായമിട്ടുകൊണ്ട് മുസല്ലയിൽ ഇരുന്നു കൊണ്ട് തൗബ ചെയ്യ് പെണ്ണേ, ഇസ്തിഗ്ഫാർ ചൊല്ല് പെണ്ണേ. യുർസിലിസ് സമാ അലൈക്കും മിദ്റാറാ. അതിശക്തമായ മഴ നിങ്ങൾക്ക് വർഷിക്കുന്നതാണ്. ഖുർആൻ പറയുകയാണ്, മിദ്റാറാ, ശക്തമായ മഴ നിങ്ങൾക്ക് വർഷിക്കുമത്രേ, നിങ്ങൾ ഇസ്തിഗ്ഫാർ ചൊല്ലിയാലെന്ന് പരിശുദ്ധ ഖുർആൻ. തീർന്നില്ല. വയുംദിദുകും ബിഅവാൽ. ഉസ്താദേ, എനിക്ക് സമ്പത്തില്ല, എൻ്റെ കച്ചവടം പ്രയാസമാണ്, നോട്ട് നിരോധനം മൂലം ഞാൻ പ്രയാസത്തിലാണ്, GST വന്നത് മുതൽ ഞാൻ ഇടങ്ങേറാണ്, എൻ്റെ കച്ചവടം നടക്കുന്നില്ല, റിയൽ എസ്റ്റേറ്റിന്റെ ബിസിനസ്സാണ് എനിക്കുള്ളത് ഉസ്താദേ, ഒരു കച്ചവടം പോലും നടക്കുന്നില്ല, എൻ്റെ കച്ചവട സ്ഥാപനങ്ങൾ മുഴുവനും പൂട്ടിയിരിക്കുകയാ. പറയാൻ നിൽക്കു പൊന്നുമോനെ, ലിസാനുദ്ദാകിർ, നിന്റെ നാവ് കൊണ്ട് അല്ലാഹുവിനെ സ്മരിച്ചുകൊണ്ട് റബ്ബിലേക്ക് നീ തൗബ ചെയ്തുകൊണ്ട് അസ്തഗ്ഫിറുല്ലാഹൽ അലീം എന്ന് ഇരുളിന്റെ മറവിലിരുന്നു കൊണ്ട് നീ ചൊല്ലിയാൽ യുംദിദുകും ബിഅവാൽ, സമ്പത്ത് കൊണ്ട് നിന്നെ മൂടുമേ എന്ന് വിശുദ്ധ ഖുർആൻ. ഇത് കേവലം കുമ്മനം ഉസ്താദിന്റെ അധ്യാപനമല്ല, ഇതേതെങ്കിലും ഉലമാക്കളുടെ, ഏതെങ്കിലും പ്രത്യയ ശാസ്ത്രക്കാരുടെ വാദമല്ല, ഇത് വിശുദ്ധമായ ഖുർആനിന്റെ പ്രഖ്യാപനമാണ്. ഖുർആൻ പഠിക്കണേ, ഉൾക്കൊള്ളണേ, ഖുർആൻ ഓതി നോക്കണേ, ഖുർആനിലേക്കൊന്ന് കടന്നു വരണേ. ഇന്ന് നമ്മൾ ഖുർആൻ പഠിക്കാതെ ഖുർആനിന്റെ വക്താക്കളാണെന്ന് പറയുന്നവർ പരിശുദ്ധമായ ഖുർആനിനെ മനോഹരമായ ബൈൻഡിട്ടുകൊണ്ട് ഷെൽഫുകളിൽ വെച്ചിരിക്കുകയാണ്. പള്ളിയുടെ അകത്തലങ്ങളിൽ ഷെൽഫുകൾ വെച്ചിരിക്കുകയാണ് ഖുർആൻ. വീടിന്റെ അകത്തലങ്ങളിൽ TV സ്റ്റാൻഡിൽ വെച്ചിരിക്കുന്ന ഖുർആൻ. ആ ഖുർആൻ ഒന്ന് ഒതുവെടുത്തുകൊണ്ട് ഓതണേ പൊന്നുമോനെ. ഖുർആൻ പറയുകയാ, നിനക്ക് സമ്പത്തില്ലയോ, പണമില്ലയോ, നിന്റെ ഭർത്താവ് പ്രവാസ ലോകത്ത് പ്രയാസം അനുഭവിക്കുന്നവനാണോ, പൊന്നുമോളെ അസ്തഗ്ഫിറുല്ലാഹൽ അലീം ചൊല്ലിക്കോ, നിനക്ക് സമ്പത്താണ്. വയുംദിദുകും ബിഅവാൽ. തീർന്നില്ല. ഖുർആൻ പറയുകയാണ്, ഒരുപക്ഷേ കാതുമുളച്ച മുതൽ ഇന്ന് വരെ അസ്തഗ്ഫിറുല്ലാഹൽ അലീമിന്റെ മഹത്വം ഇത്രമേലുണ്ടെന്ന് പഠിക്കുന്ന പ്രിയപ്പെട്ട ഗൗസിയയിലുള്ള സഹോദരങ്ങളെ, കരുമക്കാടുള്ളതാകുന്ന പ്രിയപ്പെട്ട സഹോദരിമാരെ, ഇത് ഖുർആനാണ്. കളവിന്റെ വചനമല്ല, കളവിലേക്ക് ചേർക്കപ്പെട്ടതല്ല. ഇത് ദൈവീയ ഗ്രന്ഥമാണ്. ഇത് പരിശുദ്ധ പ്രവാചകന്റെ മേൽ അയക്കപ്പെട്ട ദിവ്യ പ്രബോധനമാണ്. അൽഹംദുലില്ലാഹ് അല്ലദീ അൻസല അലാ അബ്ദിഹിൽ കിതാബ്. അവന്റെ അടിമയാകുന്ന പ്രവാചകന്റെ തിരുകരങ്ങളിലേക്ക്, ആ പ്രവാചകനിലേക്ക് നൽകപ്പെട്ടതായ പരിശുദ്ധമായ ഖുർആൻ വള്ളി വ്യത്യാസമില്ലാതെ പരിശുദ്ധമായ ഖുർആൻ ഇന്നും നിലനിൽക്കുകയാണ്. ആ ഖുർആൻ തത്തുല്യമായി കൊണ്ടുവരാൻ ഇന്നും ലോകത്ത് ഒരു ശക്തിക്കും സാധിച്ചിട്ടില്ല. അറേബ്യൻ സാഹിത്യ സാമ്രാട്ടുകൾ ഉണ്ടായിട്ടുണ്ട്, പക്ഷെ ഒരാൾക്കും കഴിയാത്തതാകുന്ന ഗ്രന്ഥമാണ് വിശുദ്ധ ഖുർആൻ.
ആ വിശുദ്ധ ഖുർആൻ ഇതാ ഇസ്തിഗ്ഫാറിന്റെ പാപമോചനത്തിന്റെ മഹത്വം പഠിപ്പിക്കുകയാണ്. പാതിരാത്രി സമയത്ത് 2017 വിട ചൊല്ലി പറഞ്ഞേക്കാൻ ഒരുങ്ങുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, ഇനി ഒരിക്കലും തിരിച്ചു വരാത്ത 2017 നമ്മൾ യാത്രയാക്കുന്നത് ഞാൻ എന്റെ പാപമോചനത്തിന് അർത്ഥിക്കുകയാണ്. ഞാൻ ഒരുപാട് തെറ്റുകൾ കഴിഞ്ഞ വർഷങ്ങൾ ചെയ്തു പോയി അല്ലാ, 2017 ആണ്ടിൽ ചെയ്തു പോയി അല്ലാ. എൻ്റെ പാപങ്ങൾ നീ വിട്ടുപൊറുക്കണേ അല്ലാ. തീർന്നില്ല. നിനക്ക് വിശുദ്ധമായ ഖുർആൻ ഓഫർ നൽകുകയാണ്. നിനക്ക് മഴ വർഷിക്കുമെന്ന് മാത്രമല്ല, നിന്റെ പാപങ്ങൾ പുറത്തു തരുമെന്ന് മാത്രമല്ല, നിനക്കിതാ സമ്പത്ത് കൊണ്ട് മൂടുമെന്ന് മാത്രമല്ല, വിശുദ്ധമായ ഖുർആൻ വീണ്ടും നിനക്ക് നൽകുകയാണ്. മക്കളില്ല ഉസ്താദേ, ഏത് മക്ബറയിൽ പോണം ഉസ്താദേ, എവിടെ കോഴിമുട്ട കൊടുക്കണം ഉസ്താദേ എന്ന് ചോദിച്ചു നടക്കുന്ന പ്രിയപ്പെട്ട മനുഷ്യ, ഇതാ ഖുർആൻ നിന്നോട് പറയുകയാണ്. നീ ഇതാ പള്ളിയുടെ അകത്തളങ്ങളിലോ ശുദ്ധിയുള്ള സ്ഥലത്തോ ശുദ്ധിയോട് കൂടിയിരുന്നു കൊണ്ട് ഇസ്തിഗ്ഫാർ നടത്തിയാൽ വയുംദിദുകും ബിഅവാൽ വബനീർ, നിനക്കിതാ മക്കളെ അല്ലാഹു നൽകുകയാ. നീ മക്കളില്ലാതെ വിഷമിക്കുന്നവനല്ലയോ, ആൺമക്കളിതാ നൽകുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സുന്ദരന്മാരാകുന്ന ആൺമക്കളെ കൊണ്ട് അല്ലാഹു നിന്നെ അനുഗ്രഹിക്കുമത്രേ. വിശുദ്ധമായ ഖുർആൻ പറയുകയാണ്, ഇസ്തിഗ്ഫാർ ചൊല്ലിയാൽ എന്ന് ഹബീബായ റസൂലുള്ളാഹി. തീർന്നില്ല. വയജഅൽ ലക്കും ജന്നാത് വയജഅൽ ലക്കും അൻഹാറാ. ഇതൊക്കെ ഖുർആനിലുള്ളപ്പോ എന്തിനാണ് മുസ്ലിമേ അന്യമതത്തിൽപ്പെട്ട സഹോദരങ്ങളുടെ ജ്യോത്സ്യന്റെ സമീപത്തേക്ക് തട്ടമിട്ടതാകുന്ന സഹോദരിമാര് ചെന്നുകൊണ്ടവരുടെ ദേവാലയത്തിൽ ചെന്ന് അർച്ചന നടത്തുന്നവരില്ലയോ, പൂജയർപ്പിക്കുന്നവരില്ലയോ, ശർഅെതിർത്തതല്ലയോ, ശിർക്കല്ലയോ, അള്ളാഹുവിനോട് പങ്കുചേർത്തുള്ള ആരാധനയ്ക്ക് വേണ്ടി എന്തിനാണ് മുസ്ലിമത്തെ നിന്റെ ആരാധന കർമ്മങ്ങളെ പൊളിക്കുന്നത്? തൗബ ചെയ്യണേ. എത്രയോ സഹോദരിമാരാണ് ജിന്നുമ്മമാരുടെ സവിധത്തിലേക്ക് പോയിട്ട് തന്റെ അമലുകളെ നിഷ്ഫലമാക്കുന്നവരില്ലയോ? പരിശുദ്ധ ഖുർആനിനെ വികലമായി ചിത്രീകരിക്കുന്ന മുറി മൂല്യാക്കന്മാരുടെ അടുക്കൽ പോയിട്ട് ചികിത്സയ്ക്ക് വേണ്ടി ലക്ഷക്കണക്കിന് രൂപകൾ കൊടുക്കുന്നവരില്ലയോ? എനിക്ക് മക്കൾ വേണമെന്ന് പറഞ്ഞ് അവരുടെ കാല് തൊട്ട് വഴങ്ങുന്നവരില്ലയോ? ആൾ ദൈവങ്ങൾ ധാരാളമുള്ള ഈ കേരളത്തിൽ അവരുടെ കാല് തൊട്ട് പാല് കുടിക്കുന്നവരില്ലയോ? അവരുടെ കാലിലേക്ക് പാലൊഴിച്ചിട്ട് അവരുടെ പാലിൽ നിന്ന് ഒഴുകി വരുന്ന പാല് കുടിച്ചു തീർത്തുകൊണ്ട് മക്കളുണ്ടാകാൻ പരിശ്രമിക്കുന്ന മുസ്ലിമത്തെ, എന്തിനാണ് നിന്റെ ഈമാൻ പരപുരുഷന്മാരുടെ പരസ്ത്രീകളുടെ മുന്നിൽ അടിയറവ് വെക്കുന്നത്? ഖുർആൻ നിനക്ക് നൽകുകയാണ്. നീ ഇസ്തിഗ്ഫാർ ചൊല്ലിയാൽ നിനക്കിതാ സമ്പത്താണ്, നിനക്കിതാ മക്കളാണ്. തീർന്നില്ല. ഇതൊക്കെ നിനക്ക് ദുനിയാവിൽ നൽകുന്ന സൗഭാഗ്യമാണ്. വയജഅൽ ലക്കും ജന്നാത്, നിനക്കിതാ സ്വർഗമാണ്. സ്വർഗത്തിലേക്ക് നിന്നെ ആനയിക്കുകയാണ്. കാരണം നിന്റെ നാവിൽ എപ്പോഴും ഉണ്ടായിരുന്നത് അസ്തഗ്ഫിറുല്ലാഹല്ലദീ, അല്ലാഹുവേ എൻ്റെ പാപം പൊറുക്കണേ എന്നുള്ള ദിക്റാണ്. ആ ദിക്ർ ഡെയിലി ആവർത്തിക്കുന്ന മനുഷ്യ, അതിൻ്റെ ശ്രേഷ്ഠത ചെറുതല്ല. കാരണം അല്ലാഹുവിൻ്റെ റസൂൽ പോലും 100 പ്രാവശ്യം ഡെയിലി ചെല്ലയില്ലയോ? 100 അല്ല 1000 വട്ടമെങ്കിലും മുസ്ലിമേ മുഅ്മിനത്തെ നിന്റെ നാവിലുണ്ടാകേണ്ടതാകുന്ന പദമാണ്. നിനക്ക് മക്കളെ കിട്ടുകയാണ്, നിനക്കിതാ സമ്പത്ത് നൽകപ്പെടുകയാ, സ്വർഗമാണ് നിന്റെ മുന്നിൽ തുറക്കപ്പെടുന്നത്. വയജഅൽ ലക്കും ജന്നാത് വയജഅൽ ലക്കും അൻഹാറാ. സ്വർഗം നിനക്ക് നൽകുന്നു എന്ന് മാത്രമല്ല, ആ സ്വർഗത്തിൽ നീ അസ്ഥനായിരിക്കുമ്പോൾ, സ്വർഗസ്ഥനായി നീ നിലകൊള്ളുന്ന സമയത്ത് ഇതാ
നിന്റെ കാൽ കീഴിലൂടെ നല്ല സുന്ദരമായ അരുവികളെ അല്ലാഹു നൽകുകയാണ്. നിനക്ക് സുന്ദരമായ കുടിനീര് ആ സ്വർഗത്തിൽ അല്ലാഹു നൽകുമത്രേ. എന്തിനാണ് ഈ ദുനിയാവിൽ നീ ഇസ്തിഗ്ഫാർ ചൊല്ലിയതിന്റെ പേരിലെന്ന് ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു തൗഫീഖ് തരട്ടെ. ഇസ്തിഗ്ഫാറിന്റെ ശ്രേഷ്ഠത മനസ്സിലായ? എത്രണ്ണം പറഞ്ഞു? ഇപ്പൊ എത്രണ്ണം പറഞ്ഞു? സുബ്ഹാനല്ലാഹ്, എത്ര ശ്രേഷ്ഠതയെ പറഞ്ഞത്. ചെറുതല്ല ഈ പറയുന്നത്. നമ്മൾ മനസ്സിലാക്കല്ല. പള്ളിയിൽ നിസ്കാരം കഴിഞ്ഞുകൊണ്ട് മുല്ലേരി ഇരുന്നിട്ട് അസ്തഗ്ഫിറുല്ലാഹ് അല്ലദീ അസ്തഗ്ഫിറുല്ലാഹ് അല്ലദീ അസ്തഗ്ഫിറുല്ലാഹ്, എന്താ വേഗം എഴുന്നേറ്റ് പോയി എത്രയെങ്കിലും ആയില്ലേ? ഇത് നിസ്സാരമല്ല. 3 അസ്തഗ്ഫിറുല്ലാഹ് അത് സംഭവമാണത്. അത് മനസ്സിരുത്തി അങ്ങോട്ട് കൊടുക്കണം അങ്ങോട്ട്. അല്ലാഹു തൗഫീഖ് തരട്ടെ. നിസ്കാരം കഴിഞ്ഞ ഉടനെ ആദ്യം പറയുന്ന ഏതാണ്? അസ്തഗ്ഫിറുല്ലാഹൽ അലീം, അസ്തഗ്ഫിറുല്ലാഹൽ അലീം, അസ്തഗ്ഫിറുല്ലാഹൽ അലീം. എന്തിനാ അങ്ങനെ നിസ്കാരം കഴിഞ്ഞ ഉടനെ അതെന്തിനാ പറയുന്നത്? قال رسول الله صلى الله عليه وسلم سئل لرسول الله صلى الله عليه وسلم അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിക്കപ്പെട്ടു പോയി, അയ്യു ദുആഇ അഫ്ളലു യാ റസൂലല്ലാഹ്, അയ്യുൽ ഔഖാതി അഫ്ളലു ദിൽ ദുആഇ യാ ഹബീബല്ലാഹ്. ഒരു മുഅ്മിനായ മനുഷ്യനവന് പ്രാർത്ഥിക്കുകയാണെങ്കിൽ എപ്പോഴാണ് പ്രാർത്ഥിക്കേണ്ടത് നബിയെ? എപ്പോൾ പ്രാർത്ഥിക്കുന്നതാണ് ശ്രേഷ്ഠതയെന്ന് ചോദിക്കുമ്പോൾ അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ജൗഫുൽ ലൈൽ വദുബിരിസ് സ്വലാത്ത്. പാതിരാത്രി സമയത്തുള്ള ചോദ്യമാണ്. പാതിരാത്രി സമയത്ത് ഈ ദുആ ചെയ്താൽ ഇജാബത്താണ്. അയ്യു ദുആഇ അസ്മഉ യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ അടുക്കൽ ഏറ്റവും കേൾക്കുന്നത്, ഏറ്റവും ഇജാബത്തുള്ള പ്രാർത്ഥന ഏതാണെന്ന് ചോദിക്കുമ്പോൾ അല്ലാഹുവിന്റെ റസൂൽ കൊടുത്ത മറുപടി ജൗഫുൽ ലൈൽ, രാത്രിയിലുള്ള പ്രാർത്ഥനയാണ്. നമ്മൾ ഇപ്പോൾ നടത്തുന്ന പ്രാർത്ഥന അല്ലാഹു കബൂലാക്കട്ടെ. മറ്റൊന്ന് വദുബിരിസ് സ്വലാത്ത്, നമസ്കാരം കഴിഞ്ഞ ഉടനെയുള്ള പ്രാർത്ഥന. സയ്യിദുനാ റസൂലുള്ളാഹി, ഉറക്കെ പറയും സ്വലാത്ത് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ദുബിരിസ്സന, നമസ്കാരം കഴിഞ്ഞ് ഉടനെ ഉള്ള പ്രാർത്ഥന ഭയങ്കര. അതുകൊണ്ടാണ് നിസ്കാരം കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുന്നത്? ഉടനെ അസ്തഗ്ഫിറുല്ലാഹൽ അലീം ചൊല്ലി ആദ്യം വെക്കുക. കാരണം എന്താ? നമ്മളിലുള്ള പോരായ്മകൾ, ആ നമസ്കാരത്തിലുള്ള വന്ന പാകപ്പിഴവുകളൊക്കെ അല്ലാഹു പുറത്തു തരട്ടെ. അതിനുവേണ്ടിയാണ്. നിസ്കാരം കഴിഞ്ഞാൽ ഉടനെ സ്വീകാര്യത കൂടുതലാണ്. മലക്കുകൾ നിസ്കാരം കൊണ്ടുവന്നതിനോടൊപ്പം അവൻ്റെ ഈ അമലും കൊണ്ടുപോകും. അല്ലാഹു തൗഫീഖ് തരട്ടെ. നിസ്കാരം കഴിഞ്ഞാൽ ഉടനെ ആ മലക്കുകൾ ആ നമസ്കാരം കൊണ്ടുപോകുമ്പോൾ നീ ചെല്ലുന്ന ദിക്റ് സ്വലാത്തും കൂടി ഉടനെ അങ്ങോട്ട് കൊണ്ടുപോകണേ. അൽഹംദുലില്ലാഹ്, അല്ലാഹുവിൻ്റെ അടുക്കലേക്ക് എത്തുകയാണ്. അതിനാണ് സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ്. നിസ്കാരം കഴിഞ്ഞ ഉടനെ ഓടരുത്. അവിടെ ഇരുന്ന് ദിക്റ് ചൊല്ല് വലിയ മഹത്വമാണ്. ഈ ദുനിയാവിലെ 4 നിധികളിൽ ഒരു നിധിയാണെന്ത്? നിന്റെ നാവ് എപ്പോഴും അല്ലാഹുവിനെ ദിക്റ് ചൊല്ലുന്നതാകുക എന്നുള്ളത്. അല്ലാഹു തൗഫീഖ് തരട്ടെ. നമ്മുടെ നാവ് അങ്ങനെയാണോ? പള്ളി നിസ്കാരം കഴിഞ്ഞ ഉടനെ വെളിയിലോട്ട് ഇറങ്ങിയിരുന്നിട്ട് മുല്യാറ് മാംസം തിന്നാണ്. മുല്യാർ നല്ല ഇറച്ചിയൊക്കെ തിന്നുന്ന ആളല്ലേ. ബീഫും മട്ടനും കരളും റോസ്റ്റും ഒക്കെ അടിക്കുന്നതല്ലേ. അതുകൊണ്ട് മുല്യാറ് ഇറച്ചി കുറച്ച് തിന്നേക്കാം. അതായിരിക്കും ചിന്ത എന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. സാമാർ നല്ല ഭക്ഷണമൊക്കെ അട്ടിപ്പാത്രത്തിൽ കഴിക്കുന്നതല്ലേ. അപ്പോൾ അതുകൊണ്ട് അവരുടെ ഇറച്ചി കുറച്ച് തിന്നാണ്, പച്ച ഇറച്ചി. റോഡിലോട്ട് ഇറങ്ങിയിരുന്നിട്ട് ഉസ്താദുമാരെ കുറിച്ച്, മുത്തല്ലിങ്ങളെ കുറിച്ച്, അങ്ങനത്തെ സജ്ജനങ്ങളെ കുറിച്ച്, അവരെ കുറിച്ചാണ്. കാരണം അവരൊക്കെ നല്ല ഇറച്ചിയാണ്. അതിങ്ങനെ അടിക്കുക. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. നമ്മുടെ നാവ് കൊണ്ട് എത്ര മോശത്തര ചെയ്യുന്നത്. ദിക്റ് ചെല്ലുന്നവരുണ്ടോ? ദിക്റ് ചെല്ലുന്ന നാവാണോ? അല്ലാഹുവിനെ സ്മരിക്കുവോ? നിസ്കാരം കഴിഞ്ഞ ഉടനെ ചെറുപ്പക്കാരാകുന്ന സഹോദരങ്ങളല്ലേ ചാടി എഴുന്നേറ്റിട്ട് പള്ളിയുടെ ഒരു സൈഡിൽ പോയി ചാരിയിരിക്കുന്നത്. പ്രായമുള്ളവരല്ല. ഏറ്റവും പ്രശ്നം ചെറുപ്പക്കാരൻ. അവരെ ഏറ്റവും ലാസ്റ്റ് ആയിരിക്കും വരിക. അവസാനം ഇമാം അങ്ങോട്ട് കൈകെട്ടി റുക്കൂലേക്ക് എത്തുമ്പോൾ ഓടി വന്നിട്ട് കൈകെട്ടി വേഗം നിൽക്കും. റുക്കൂ സുജൂദ് ഒന്നും പൂർത്തിയല്ല. എന്നിട്ട് പിന്നെ നേരെ പോയി നിസ്കാരം കഴിഞ്ഞ ഉടനെ ഭയങ്കര സംഭവം എന്തോ അമല് ചെയ്ത പോലെ. തറാവീഹ് കരിക്കുന്ന അമ്മയാണെങ്കിൽ പറയും വേണ്ട. ഓൻ ചാടി എഴുന്നേറ്റ് പോയി പള്ളിയുടെ ഒരു സൈഡിൽ പോകും. കാലൊക്കെ ഒരു പിടുത്തമൊക്കെ ഉണ്ട്. ഭയങ്കര മസിൽ പിടിച്ചടാ. ആദ്യമായിട്ടാണ് ഹൈവാന് 10 മിനിറ്റ് നിൽക്കുന്നത്. ഇതിനു മുമ്പ് വേറെ എവിടെങ്കിലൊക്കെ പോയി നിൽക്കുക. ഒരു മാസ്റ്റർ പീസ് കാണാൻ വേണ്ടി മണിക്കൂറുകളെല്ലാം ക്യൂ നിന്നിട്ടാ ടിക്കറ്റ് കിട്ടിയ. അവൻ്റെ കാലം ഒരു ഉളുക്കുമില്ല, ഒരു കുഴപ്പമില്ല. തിയേറ്ററിൽ പോയി ക്യൂ നിന്നതിന് ഒരു കുഴപ്പമില്ല. പള്ളിയിൽ വന്നൊരു 10 മിനിറ്റ് ഇങ്ങനെ കൂടെ നിന്നപ്പോൾ കാലിന് ഭയങ്കര വേദന, ബുദ്ധിമുട്ട്. കാരം കഴിഞ്ഞാൽ ഉടനെ പോയി ചാരിയിരിപ്പ്. എന്താണ് ഈ കാണിക്കുന്ന സമൂഹം? അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. ശരിയല്ലേ ഞാനീ പറയുന്നത്? വെറുതെ പറയലല്ലോ. ഒരു 15 മിനിറ്റ് മൊത്തത്തിൽ നമസ്കാരത്തിന്റെ സമയത്തും അതിനുശേഷം വരുന്ന ദുആകൾക്കും വേണ്ടി വരുന്ന സമയത്ത് മുസ്ലിമായ സഹോദരൻ അവൻ ആ സമയത്ത് കൃത്യമായി നിസ്കാര പായിലിരിക്കാൻ തയ്യാറാവുന്നില്ല. സ്ത്രീകളാണെങ്കിൽ തന്നെ ഇത് കഴിഞ്ഞ ഉടനെ മോക്കനൊക്കെ ഒന്നൊരു ചൂട് പടച്ചവനെ
വേഗം തന്നെ എല്ലാം അഴിച്ചിട്ടിട്ട് റാഹത്തായിട്ട്. ഇതാണ് അവസ്ഥ. സീരിയൽ കണ്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ കറണ്ട് പോയി എൻ്റെ പൊന്നോ എന്താ എനിക്ക് കാണിച്ചത്. പിന്നെ അവിടെ അതും എന്നെ ഭയങ്കര വിഷയമായി. അവൾ കറണ്ട് പോകുന്നതിനിടയ്ക്ക് എത്ര നേരം വിയർത്താലും കുഴപ്പമില്ല, ഇത് കണ്ടിട്ടേ പോവുള്ളൂ. നിസ്കാരത്തിന് വലിയ ബുദ്ധിമുട്ട്. നിസ്കാരം കഴിഞ്ഞാൽ ഉടനെ ഭയങ്കര ഇത്. എന്താ കാരണം നമ്മൾ റബ്ബിലേക്ക് ഇഴുകി ചേർന്നിട്ടില്ല. നമ്മുടെ മനസ്സ് ക്ലിയർ അല്ല. അള്ളാഹു തൗഫീഖ് തരട്ടെ. ക്ലിയർ ആക്കി എടുക്കണം. അതിനല്ലേ ഇത്തരത്തിലുള്ള വാഴ്. അള്ളാഹു തൗഫീഖ് തരട്ടെ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞില്ലയോ, മുസ്ലിമായ മനുഷ്യൻ ആരെ പോലെ എന്നറിയുമോ സാബാ? അവൻ പള്ളിയിലേക്ക് കയറി കഴിഞ്ഞാൽ മുഅ്മിനായ മനുഷ്യനെ സംബന്ധിച്ച് അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, പള്ളിയിലേക്ക് കയറി കഴിഞ്ഞാൽ ആ മുഅ്മിനായ മനുഷ്യൻ ഒരു മീനിനെ പോലെയാണ്. കസ്സമകി ഫിൽ മാ, വെള്ളത്തിലുള്ളതാകുന്ന മീനിനെ പോലെയാണ്. അഥവാ സൈലന്റ് ആണ്. കസ്സമകി ഫിൽ മാ, പള്ളിയിൽ ഒരു മുഅ്മിനിന്റെ അടയാളം പറഞ്ഞാണ് അല്ലാഹുവിന്റെ റസൂൽ. കസ്സമകി ഫിൽ മാ, വെള്ളത്തിലുള്ള മീനിനെ പോലെ. വെള്ളത്തിൽ കിടക്കുന്ന മീനിന്റെ അതിന്റെ ചലനങ്ങളും എല്ലാം നമ്മൾ അറിയുന്നുണ്ട്. ഇങ്ങനെ ഊളിട്ട് ഇങ്ങനെ രസത്തിൽ ഇങ്ങനെ പോകും അല്ലേ? ആർക്കൊരു ബുദ്ധിമുട്ടുമില്ല. ഇത് പള്ളിയിലോട്ട് കയറി ചെമ്പാളോ മുമ്പര് വന്നറിഞ്ഞ്. വെള്ളിയാഴ്ച ആണെങ്കിൽ ഇമാമിൻ്റെ നേരെ ഫ്രണ്ട് വന്ന് ഇമാം പ്രസംഗിച്ചുകൊണ്ട് ഇതുപോലെ നിൽക്കുകയാണെങ്കിൽ ഇവിടെ വന്നിട്ടുണ്ട് നേരെ ഒരു കൈയ്യട്ടല്. ഇനി ആരും കാണണ്ട, നമ്മളെ തന്നെ കണ്ടോ, നമ്മൾ വന്നിട്ടുണ്ടെന്ന് അല്ലേ? ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്, മുനാഫിഖായ മനുഷ്യനെ കുറിച്ച് അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ, കൽ ഖഫസി, കൂട്ടിലിട്ടതായ പക്ഷിയെ പോലെ അത്രേ. കൂട്ടിലിട്ട പക്ഷിയെ പോലെ. അവന് സ്വാതന്ത്ര്യം ഇല്ല. ഇങ്ങനെ പള്ളിയിൽ നിന്ന് ഇറങ്ങിയാൽ മതി, അങ്ങനെ വാതിൽ എവിടെയാണ് തുറന്നു കിടക്കുന്നത്. നബിയുടെ ഉദാഹരണം നോക്കിയാൽ നബിയാ ഇത് പറഞ്ഞത്. സയ്യിദുനാ റസൂലുള്ളാഹി. കൂട്ടിലിട്ട കിളി, നമ്മൾ പ്രാവിനെ പിടിച്ച് കൊണ്ടുവന്നിട്ട് കൂട്ടിലിട്ട് ഇണങ്ങിയിട്ടില്ല, നേരെ കൊണ്ടുവന്ന് കൊണ്ട് ഇട്ടുള്ളൂ. ആ കിളി അങ്ങനെയാണ് പെട്ടെന്ന് എങ്ങോട്ടെങ്കിലും പോകണമെന്നുള്ള ചിന്തയാണ്, വെളിയിലേക്ക് ഇറങ്ങണമെന്നുള്ള വിഭ്രാന്തിയാണ്. ഇതായിരിക്കും മുനാഫിക്കായ മനുഷ്യൻ പള്ളിയിൽ കയറിയാലെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. നമ്മൾ മുനാഫിക്കാണോ അല്ലയോ എന്നുള്ളത് ഈ പദത്തിൽ നിന്ന് അങ്ങ് തിരിച്ചറിഞ്ഞാൽ മതി. വേറെ ഞാൻ പറയുന്നില്ല മുനാഫിക്കാണെന്ന്. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. വളരെ ശ്രദ്ധിക്കണം. നമസ്കാരത്തിന് നമ്മൾ വളരെ ശ്രദ്ധ പതിപ്പിക്കണം. അള്ളാഹുവിനെ സ്മരിക്കുന്നതിന്, ഓർക്കുന്നതിന്, ശുക്ർ ചെയ്യുന്നതിന് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ അതുമായി ബന്ധപ്പെട്ടതുണ്ട്. നമ്മുടെ നാവ് എപ്പോഴും ദിക്ർ ചൊല്ലിക്കൊണ്ടുകൂടണം. ബഹുമാനപ്പെട്ട ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു, അദ്ദേഹം പറയാൻ, ആരാണ് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹുവിന്റെ രണ്ടാം ഖലീഫയാണ്. നമ്മുടെയൊക്കെ സഹോദരങ്ങളൊന്ന് ശ്രദ്ധിച്ചോളി, സഹോദരിമാര് ശ്രദ്ധിക്കാൻ. قال عمر بن الخطاب رضي الله تعالى عنه ما من مصل يصلي إلا وملك عن يمينه وملك عن شماله. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, ഒരു മുഅ്മിനായ മനുഷ്യൻ നമസ്കരിക്കുന്ന സന്ദർഭത്തിൽ അവന്റെ വലതുഭാഗത്തും അവന്റെ ഇടതുഭാഗത്തും ഓരോ മലക്കുകൾ ഉണ്ടാകുമത്രേ. മുഅ്മിനായ മനുഷ്യൻ നമസ്കരിക്കുമ്പോൾ അവന്റെ വലത്തും ഇടത്തും മലക്കുണ്ട്. നമ്മൾ കാണൂല. മലക്കിനെ എങ്ങനെ പടക്കപ്പെട്ടത്? പ്രകാശത്താലാണ്, അതുകൊണ്ട് നമ്മൾ കാണുന്നില്ല. فإذا أتم ركوعها وسجودها, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അവന്റെ റുകൂഉം സുജൂദും പൂർത്തിയായി കഴിഞ്ഞാൽ, അഥവാ നല്ല രീതിയിൽ റുകൂഉ ചെയ്തുകൊണ്ട് അല്ലാഹുവിനെ ദിക്ർ ചൊല്ലിക്കൊണ്ട് സുബ്ഹാന റബ്ബിയൽ അളീം വബിഹംദിഹി എന്നവൻ പറഞ്ഞാൽ, 3 പ്രാവശ്യം അവൻ പറഞ്ഞു കഴിഞ്ഞാൽ സുജൂദിലേക്ക് എത്തിക്കൊണ്ട് സുബ്ഹാന റബ്ബിയൽ അലാ വബിഹംദിഹി എന്ന് 3 പ്രാവശ്യം സുജൂദിൽ അവൻ അനക്കമടങ്ങിക്കൊണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ സഈദത്ത് ഇല സമാ, അവന്റെ നമസ്കാരത്തിന്റെ അമലുകളുമായി ആ മലക്കുകൾ ആകാശത്തേക്ക് കയറുമത്രേ എന്ന് ഉമർ ബിനുൽ ഖത്താബ്. വഇല്ലം യുതിമ്മ റുകൂഅഹാ വസുജൂദഹാ, റുകൂഉം സുജൂദും അവൻ പൂർത്തിയാക്കിയിട്ടില്ലയോ, അഥവാ നല്ല രീതിയിൽ സുജൂദ് ചെയ്തില്ല, മുതുക് നല്ല
നല്ല രീതിയിൽ വളച്ചില്ല. ഇന്നെത്രയോ ചെറുപ്പക്കാരാണ്, എത്രയോ സഹോദരിമാരാണ് മുതുക് വളയ്ക്കാൻ പ്രയാസമാണ്. ചെറുതായിട്ടൊന്ന് കുനിഞ്ഞിട്ട് നിവരുകയാണ്. ശരിയല്ല. പരിശുദ്ധമാക്കപ്പെട്ട ഇൽമിന്റെ മജ്‌ലിസിൽ വന്നിട്ട് ഇൽമ കേൾക്കുന്നവരെ, പഠിക്കുന്നവരെ, നിങ്ങളുടെ ജീവിതത്തിലെ ശിഷ്ടകാല നമസ്കാരങ്ങൾ ശരിയാകാൻ വേണ്ടിയാണ് കുമ്മനം ഉസ്താദ് ഓർമ്മപ്പെടുത്തുന്നത്. ഒന്ന് ശ്രദ്ധിക്കണേ. ഫൈലം യുതിമ്മ റുകൂഅഹാ വസുജൂദഹാ. റുകൂഉം സുജൂദും ചെയ്തിട്ടുണ്ട്, പക്ഷേ ആ റുകൂഇലും സുജൂദിലും അവൻ അനക്കമടങ്ങിയില്ലെന്ന് മാത്രമല്ല, ആ റുകൂഇലും സുജൂദിലും ചെയ്യേണ്ട ദിക്റുകൾ അവൻ ചൊല്ലിയിട്ടില്ല, ആ ദിക്ർ അവൻ ഗൗനിച്ചിട്ടില്ല. ഒരു പ്രാവശ്യം മാത്രം പറഞ്ഞുകൊണ്ട് വേഗം കൊണ്ടുവരുന്നവനാണെങ്കിൽ ലം യസ്അദു സലാത്തുഹു യുലഫു കമാ യുലഫു സൗബുൽ ഖലിഫു. അവന്റെ നമസ്കാരത്തെ ആകാശ ലോകത്തേക്ക് ഉയർത്തപ്പെടൂലെന്ന് മാത്രമല്ല, പഴം തുണി ചുരുട്ടുന്നത് പോലെ അവന്റെ നമസ്കാരത്തെ ചുരുട്ടിയെറിയുമെന്ന് ഉമർ ബിനുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. എന്ത് നമസ്കാരത്തിലും റുകൂഉം സുജൂദിലും അതിനുള്ള ആ ദിക്റും ഗൗനിച്ചിട്ടില്ല എങ്കിൽ അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. അപ്പോൾ നമ്മുടെ നാവ് എപ്പോഴും അശ്രദ്ധ വരാൻ പാടില്ല. എപ്പോഴും അല്ലാഹുവിന്റെ നിസ്കാരത്തിൽ പോലും അശ്രദ്ധയാണ് നമുക്ക്. അതുകൊണ്ടാണ് ഇത് പറയേണ്ടത് വന്നത്. റുക്കൂയിലേക്ക് അങ്ങോട്ട് ചെന്നിട്ട് റുക്കൂ തന്നെ നേരെ നടുവിളക്കാതെ അങ്ങോട്ട് സുബ്ഹാന റബ്ബി, ഇതാ പരിപാടി. എന്താ അവൻ പറഞ്ഞതെന്ന് അവൻ തന്നെ അറിയില്ല. സുജൂദിലോട്ട് അങ്ങോട്ട് ചെന്ന് സുബ്ഹാന റബ്ബിൽ അലൂ. ഇതെത്ര വാത് കേട്ടാലും നമ്മൾ മാറ്റുന്നില്ലല്ലോ. ഇപ്പോഴും നിങ്ങൾ പള്ളി ചെന്നാലുള്ള അവസ്ഥ ഇതാണ്. ചെറുപ്പക്കാർ നിസ്കരിക്കുന്നത് ഒന്ന് മാറി നിന്നോ നിങ്ങളൊന്ന് വീക്ഷിക്കണം. പിന്നെ ഒരു കണ്ണാടിയോടെ വെച്ചേക്കണം, നിങ്ങൾ നിസ്കരിക്കുന്ന പോലെ നിങ്ങൾക്കൊന്ന് കാണാൻ വേണ്ടി. മറ്റുള്ളവരുടെ നോക്കണ്ടല്ലോ, നമ്മുടെ കാലിലൊക്കെ തന്നെ മന്ത് കിടക്കാൻ. നമ്മുടെ നിസ്കാരം കൂടി ഒന്ന് മനസ്സിലാക്കാൻ അള്ളാഹു തൗഫീഖ് തരട്ടെ. സഹോദരിമാർ ഉൾപ്പെടെ ഒന്ന് ശ്രദ്ധിച്ചോളി. നമ്മുടെ നമസ്കാരങ്ങൾ ചിട്ടയാക്കണം. ഈ പുതുവത്സരത്തിൽ നമ്മൾ കൊണ്ടുവരും നമ്മുടെ നമസ്കാരത്തിൽ നിന്ന് ചിട്ടവൽക്കരിക്കാൻ. അതിലുള്ള ദിക്റുകളും ഔറാദുകളൊക്കെ വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അരുമ ശിഷ്യനായ ഹുദൈഫത്തുൽ യമാനി റളിയല്ലാഹു അൻഹു അന്നഹു റആ റജുലാ ലാ യുതിമ്മു സുജൂദ വറുകൂഅ. സുജൂദും റുകൂഉം പൂർത്തീകരിക്കാത്ത, അതിൽ ചെല്ലേണ്ടുന്ന ദിക്റുകൾ ചെല്ലാത്തതാകുന്ന ഒരു മനുഷ്യനെ ഹുദൈഫത്തുൽ യമാനി റളിയല്ലാഹു അൻഹു കണ്ടപ്പോൾ അദ്ദേഹത്തെ അടുത്തേക്ക് വിളിച്ചുകൊണ്ട് ഹുദൈഫത്തുൽ യമാനി ചോദിക്കുകയാണ്, പൊന്നുമോനെ, ഈ നമസ്കാരം നീ എത്ര നാളായി തുടങ്ങിയിട്ട്? നീ നിസ്കാരം തുടങ്ങിയിട്ട് എത്ര നാളായി? ഈ നിസ്കാരം, ഈ സൈസ് ഐറ്റം ഇതെപ്പോഴാണ് തുടങ്ങിയത്? അപ്പോൾ ഒന്നും പറഞ്ഞു, മുൻദു 40 സനത്തൻ. എത്ര കൊല്ലമായി? 40 കൊല്ലമായിട്ടുള്ളൂ. ഇങ്ങനെയുണ്ട് നിസ്കാരം, കൊള്ളത്തില്ലേ? ഭാഗത്തല്ല ഒരു കുലുക്കി സബ്രത്ത് വാങ്ങിച്ചു തരുമോ? ഇങ്ങനെയുണ്ട് ഹുദൈഫത്തുൽ യമാനി റളിയല്ലാഹു അൻഹുവിനോട്. ഇങ്ങനെയുണ്ട് എൻ്റെ നിസ്കാരം 40 കൊല്ലമായി ഇതേപോലെ കരിക്കാൻ തുടങ്ങിയിട്ട്. ഈ കോലത്തിൽ റുക്കൂഉം സുജൂദും ഒന്നും ഇല്ല എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് പോയിട്ട് നമ്മുടെ പിള്ളേരുടെ അവസ്ഥയായി പറയുന്നത്. റുക്കൂയിലോട്ട് അങ്ങോട്ട് ചെന്നു, അവിടെ ചെല്ലേണ്ട ദിക്റൊന്നും ഇല്ല. സുജൂദിലോട്ട് ചെന്നു, അവിടെ ചെല്ലേണ്ട ദിക്റൊന്നും ഇല്ല. വേഗം അങ്ങോട്ട് ചെല്ലുക, പോരാ എക്സസൈസ്, റാഹത്ത്. ഇനി നല്ലത് പുഷ്പെടുത്ത് വീട്ടിൽ ഇരിക്കുന്നതായിരുന്നു. പള്ളി വന്നിട്ട് നീ കസർത്ത് കാണിക്കണ്ടായിരുന്നു. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. ഇത് സഹോദരിമാർ ഉൾപ്പെടെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നിസ്കാരത്തിലുള്ള അശ്രദ്ധ, അതിന് ദിക്റുകളുള്ള അശ്രദ്ധ. ദുനിയാവിലെ ഒന്നാമത്തെ നിധി നമ്മൾ ഒരുമിച്ച് കൂട്ടിയിട്ടില്ല. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. ഇതാണ് നിധി. ആര് പഠിപ്പിച്ചു? സയ്യിദുനാ റസൂലുള്ളാഹി. അർബഅത്തും മിൻ കൻസി ദുനിയ അൽ ഊലാ ലിസാനുൻ ദാകിറുൻ ശഫീഉനാ റസൂലുള്ളാഹി. 4 കാര്യങ്ങൾ ദുനിയാവിലെ നിധിയാണെന്ന് പഠിപ്പിച്ചിട്ട് അല്ലാഹുവിന്റെ റസൂൽ ആദ്യം പറഞ്ഞ നിധി ഏതാ? അല്ലാഹുവിനെ ഓർക്കുന്ന ദിക്ർ ചെല്ലുന്ന നാവാണ്. ഇവിടെ നിസ്കാരത്തിൽ പോലും നിസ്കാരമാണ് ആകെ കൂടി നമ്മുടെ 5 വഖത്തിൽ കൃത്യമായി റബ്ബിനെ സ്മരിക്കുന്ന സമയം. അതിൽ പോലും നമ്മുടെ ദിക്ർ വരുന്നില്ല എന്നായി പറഞ്ഞത്. ബാക്കിയുള്ളതൊക്കെ അവിടെ നിൽക്കട്ടെ. അതിൽ പോലും നമ്മുടെ ദിക്ർ ക്രിയാത്മകമാകുന്നില്ല. ശ്രദ്ധിക്കണം. നമ്മൾ ശ്രദ്ധിക്കാത്തത് കൊണ്ടാണ്. എന്തായാലും നമ്മൾ ഒതുവെടുത്ത്, എന്തായാലും കരിമക്കാട് പള്ളിക്കകത്ത് കയറി, എന്തായാലും നിസ്കരിക്കാൻ വേണ്ടി നിന്ന്, എന്നാ എടാ ഒന്ന് ശരിയാക്കി ഒന്ന് ചെയ്തിട്ട് ഇറങ്ങിക്കൂടെ? അല്ലാഹു തൗഫീഖ് തരട്ടെ. സഹോദരിമാർ, ഈ ഒഴുക്ക്, വീട്ടിലുള്ള തിരക്കുകളും ജോലി തിരക്കൊക്കെ മാറ്റി വെച്ചിട്ട് നിങ്ങൾ ശുദ്ധിയുള്ള സമയത്ത് ഇതാ നിങ്ങൾ മുസല്ലയിൽ കയറി നിസ്കരിക്കാൻ നിന്നു. ഫാനൊക്കെ ഇട്ട് റാഹത്തായ നല്ല മുസൈക്കുള്ള തറ അല്ലാഹു സുബ്ഹാനഹു വ തആല സംവിധാനിച്ചു. നല്ല ഫാനും എല്ലാ സൗകര്യങ്ങളും ഭർത്താവ് നിങ്ങൾക്ക് നൽകി. എന്നാൽ അല്ലാഹുവിന് കൊടുക്കേണ്ട ഒരു ദിക്ർ നിങ്ങൾ മാന്യമായിട്ട് കൊടുത്തൂടെ?
അതാണ് ഈ പറയുന്നത്, വേറൊന്നുമില്ല. ഹുദൈഫത്തുൽ യമാനി റളിയല്ലാഹു തആല അൻഹു ചോദിക്കുകയാ, മുൻദു കം തുസല്ലി ഹാദിഹി സ്വലാ, പൊന്നുമോനെ പൊന്നുമോനെ, ഈ നമസ്കാരം എത്ര കാലമായിട്ടാണ് നീ തുടങ്ങിയത് എന്ന് അദ്ദേഹത്തോട് ഹുദൈഫത്തുൽ യമാനി റളിയല്ലാഹു അൻഹു ചോദിക്കുമ്പോ ഹുദൈഫത്തുൽ യമാനി തങ്ങളോട് പറയുകയാ, മുൻദു 40 സന, 40 കൊല്ലമായി ഞാൻ ഇങ്ങനെയാണ് നമസ്കരിക്കുന്നത് എന്ന് പറഞ്ഞപ്പോ ഹുദൈഫത്തുൽ യമാനി റളിയല്ലാഹു തആല അൻഹു അദ്ദേഹത്തിന്റെ മുഖത്ത് നോക്കി പറയുകയാ, ഇന്നക ലം തുസല്ലി ഹത്തൽ ആൻ ഫൈമിത്താ ഗൈരി ഫിത്രതി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ. പൊന്നുമോനെ, നീ 40 കൊല്ലമായിട്ട് നിസ്കരിക്കുന്നുണ്ടെന്ന് പറഞ്ഞല്ലോ. റുകൂഉം സുജൂദിലും ചെയ്യേണ്ട ദിക്റുകൾ ചൊല്ലാത്തത് കൊണ്ട് നിന്റേതാകുന്ന നമസ്കാരത്തെ അല്ലാഹു പരിഗണിക്കൂല. ഇന്നക ലം തുസല്ലി ഹത്തൽ ആൻ, സ്വഹാബിയാകുന്ന ഹുദൈഫ പറയുകയാണ്, നീ ഇതുവരെ നമസ്കരിച്ചിട്ടില്ല. ഫൈദാ മിത്ത അലാ ഗൈരി ഫിത്രതി മുഹമ്മദിൻ, ഈ സമയത്ത് നീ മരിച്ചാൽ ഹബീബായ നബി തങ്ങളുടെ ചര്യല്ലാത്ത ചര്യയുടെ മേലിലാണ് നീ നിലകൊള്ളുന്നത് സഹോദരാ. അതുകൊണ്ട് നിന്റെ നമസ്കാരത്തിലുള്ള റുകൂഉം സുജൂദും ശ്രദ്ധിക്കണേ, അതിലുള്ള ദിക്റുകളെ ഗൗരിക്കണേ എന്ന് ബഹുമാനപ്പെട്ട ഹുദൈഫ റളിയല്ലാഹു അൻഹു. കരുമക്കാടുള്ള സഹോദരി, നമ്മൾ നമസ്കരിക്കുന്നവരാണ്, ആ നമസ്കാരത്തിലെ ദിക്റുകളെ ശ്രദ്ധിക്കണേ. അല്ലാഹു തൗഫീഖ് തരട്ടെ. എല്ലാ ദിക്റും ശ്രദ്ധിക്കണം, എല്ലാ ദിക്റും. അവസാനം വരെ നമ്മൾ കൊണ്ടുവരുന്ന ദുആ വരെയുണ്ട്. തഹിയ്യാത്തിന് ശേഷം സ്വലാത്ത് ഇബ്രാഹിം സ്വലാത്ത് ഏറ്റവും ശ്രേഷ്ഠമായ സ്വലാത്താണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ കൊണ്ടുവരുന്ന ദുആ. ഇതൊന്നും മിക്കവരും ശ്രദ്ധിക്കുന്നില്ല. തഹിയ്യാത്തിനും പറയൊന്നും ശ്രദ്ധിക്കുന്നില്ല. എന്താണ് കാര്യം? നമ്മളെ ഒരു കൊല്ലം പോയി, ഇനി അടുത്തൊരു കൊല്ലത്തേക്ക് 2018 നന്നാകാൻ തുടങ്ങി. ഇന്നത്തെ രാത്രി മുതൽ നാളത്തെ സുബഹി മുതൽ ക്ലിയർ ആകണം. അല്ലാഹു തൗഫീഖ് തരട്ടെ. ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ പറയുകയാണ്, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എൻ്റെ കൂടെ കടക്കേണ്ടതാകുന്ന രാവാണ്, എൻ്റെ കൂടെ പ്രവാചകർ കടന്നതാണ്. രാത്രി ഇതാ ഞാൻ നബിയെ നോക്കുകയാണ്, ഹബീബായ നബി തങ്ങളെ കാണാനില്ല. ഞാൻ പുറത്തിറങ്ങിയിട്ട് ചിന്തിച്ചു പോയി, എൻ്റെ ഹബീബ് മറ്റുള്ള ഭാര്യമാരുടെ അടുക്കലേക്ക് പോയോ, എന്നെ തഴഞ്ഞുകൊണ്ട് പോയോ എന്നൊരു വേള ചിന്തിക്കുമ്പോ അതാ റസൂലുള്ളാഹിയെ കാണുകയാണ്. പരിശുദ്ധമാക്കപ്പെട്ട ഖബർസ്ഥാനിൽ ജന്നത്തുൽ ബഖീൽ ഇരുന്നു കൊണ്ട് പൊട്ടിക്കരയുകയാണ്. എൻ്റെ പ്രിയപ്പെട്ട പ്രവാചകർ സ്വഹാബത്തിന് വേണ്ടി ദുആ ചെയ്യുകയാണ്. ഖബറാളികൾക്ക് വേണ്ടി പൊട്ടിക്കരഞ്ഞുകൊണ്ട് നബി തങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ഞാൻ റൂമിലേക്ക് തന്നെ തിരിച്ചു വന്നു. ഏത് നിലയ്ക്കാണോ കടന്നത് അതേ നിലയ്ക്ക് പുതപ്പെട്ട് കിടക്കുകയാണ്. ഹബീബായ നബി തങ്ങൾ അല്പം കഴിഞ്ഞപ്പോൾ വീട്ടിലേക്ക് വരുകയാണ്, വധുവെടുക്കുകയാണ്. നമസ്കരിക്കാൻ വേണ്ടി എൻ്റെ ചെറിയ വീട്ടിൽ അല്ലാഹുവിന്റെ റസൂൽ മുസല്ലം ഇരിക്കുകയാണ്. നബി തങ്ങൾ നമസ്കരിക്കാൻ വേണ്ടി കൈകെട്ടുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ നമസ്കരിക്കുകയാ. ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ പറയുകയാണ്, മാ റഅയ്തു റസൂലല്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ ബഅദഹാ യുസല്ലി സ്വലാത ഇല്ലാ വയതഅവദു അനിൽ ഖബ്രി. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പിന്നീടുള്ള നമസ്കാരങ്ങൾ മുഴുവനും ഞാൻ കണ്ട നമസ്കാരം മുതൽക്ക് നബി തങ്ങൾ വീട്ടിലെപ്പോഴൊക്കെ നമസ്കരിച്ചിട്ടുണ്ടോ, സുന്നത്താകുന്ന നമസ്കാരങ്ങൾ നിർവഹിച്ചിട്ടുണ്ടോ, ആ നമസ്കാരങ്ങളെല്ലാം തന്നെ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ നമസ്കരിക്കുമ്പോ അത്തഹിയ്യാത്തിന് ശേഷം ഖബറിനെ കുറിച്ച് കാവൽ തേടുമായിരുന്നു അത്രേ ഹബീബായ നബി തങ്ങൾ. അതുകൊണ്ട് തന്നെയാണ് സ്വഹാബത്തിന് പഠിപ്പിച്ചു കൊടുക്കുക,
പറയുകയാണ്, സഹാബാ സഹാബാ ഇദാ ഫറഗ്തും മിനത്ത് തശഹുദിൽ അഖീർ, അവസാനത്തെ തഹിയാത്തിൽ നിന്ന് നിങ്ങൾ വിരമിച്ചു കഴിഞ്ഞാൽ ഫതഅവദൂ മിൻ അർബഅ, 4 കാര്യങ്ങളെ തൊട്ട് നിങ്ങൾ കാവൽ തേടണേ എന്ന് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞിട്ട് അതിൽ ആദ്യമായി നബി തങ്ങൾ പറയുകയാണ്, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അദാബിൽ ഖബർ, ഖബറിലെ ശിക്ഷയെ തൊട്ട് എന്നെ നീ കാക്കണേ അല്ലാഹ്, വമിൻ അദാബിൻ നാർ, നരകീയ ശിക്ഷയെ തൊട്ട് കാക്കണേ അല്ലാഹ്, വമിൻ ഫിത്നത്തിൽ മഹ്യാ വൽ മമാത്, ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിലുള്ള സർവ്വ ഫിത്നകളെ തൊട്ടും മരിക്കുന്ന സന്ദർഭത്തിലുള്ള ഫിത്നകളെ തൊട്ടും എന്നെ നീ കാക്കണേ അല്ലാഹ്, വമിൻ ഫിത്നത്തിൽ മസീഹി ദജ്ജാൽ, നാളെ അതാ ദമസ്കസിലെ വെള്ളമിനാരത്തില് 2 മലക്കിന്റെ ചിറകിൻ കീഴിലായിട്ട് കടങ്ങി വരുന്ന ബഹുമാനപ്പെട്ട ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കൈകൾ കൊണ്ട് ബാബിലുദ്ദ് എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചുകൊണ്ട് വധിക്കപ്പെടുന്ന ദജ്ജാലിനെ തൊട്ട്, അവനെ തൊട്ട് ഞങ്ങളെ നീ കാക്കണേ അല്ലാഹ്, അവന്റെ ഫിത്നയെ തൊട്ട് കാക്കണേ അല്ലാഹ്, ഈ 4 കാര്യങ്ങളെ തൊട്ട് കാവൽ തേടണേ എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതൊക്കെ ദിക്റുകൾ ഔറാദുകൾ ആര് ചെയ്യുന്നു, ശ്രദ്ധിക്കുന്നു? നമ്മൾ അത്തഹിയാത്തിന് ശേഷമുള്ള ദുആ, നമ്മൾ അത്തഹിയാത്തിന് പറക്കത്തൊരു ശ്രദ്ധിക്കുന്നുള്ളൂ. ബാക്കിയൊക്കെ ചിലർ ഓതുന്നുണ്ടാവാം, പക്ഷെ എന്നാൽ പോലും അർത്ഥം ഇന്നുവരെ അറിഞ്ഞിട്ടില്ല. അങ്ങനത്തെ ആളുകളുണ്ട് നമുക്കിടയിൽ. ആദ്യമായിട്ട് അർത്ഥം ചിന്തിക്കുന്നവർ. അതിൻ്റെ അവസാനം കൊണ്ടുവന്ന് നിർത്തുന്ന ദുആ ഇത്. നിങ്ങൾ 4 കാര്യത്തെ തൊട്ട് കാവൽ തേടാതെ നിങ്ങളുടെ നമസ്കാരത്തെ പൂർത്തീകരിക്കരുതേ. സയ്യിദുനാ റസൂലുള്ളാഹി ഇദാ ഫറഗ്തും മിനത്ത് തശഹുദിൽ അഖീരി ഫതഅവദൂ മിൻ അർബഇൻ സദഖ റസൂലുള്ളാഹി. 4 കാര്യങ്ങളെ തൊട്ട് നിങ്ങൾ കാവൽ തേടണം. അതിലൊന്നാണ് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത്. എന്ത്? ഖബറിനെ തൊട്ട്, 2 നരകത്തെ തൊട്ട്, 3 ദുന്യാവിൽ നമ്മൾ ജീവിച്ചിരിക്കുമ്പോഴും മരിക്കുന്ന സന്ദർഭത്തിലുമുള്ള ഫിത്നയെ തൊട്ട്. എന്താ ഉസ്താദേ? അത് നമ്മൾ തന്നെ പറയൂലേ, ഭയങ്കര ഫിത്നയാണല്ലോ എന്ന് പറയൂലേ. നമ്മൾ തന്നെ പറയൂലേ, ഒരു രക്ഷയിലും ഉസ്താദേ ഭയങ്കര ഫിത്നയാണ്, നാട്ടുകാരെ കൊണ്ട് ഭയങ്കര കണ്ണീർ, ഫിത്ന, അസൂയ പറയൂലേ. അതിനെ തൊട്ടുള്ള കാവൽ എവിടെ നമ്മൾ ചോദിക്കുന്നുണ്ട്? നിസ്കാരത്തിൽ ചോദിക്കുന്നുണ്ട്. നമ്മളറിയുന്നില്ല. ഇനി നീ കോഴിമുട്ട മന്ത്രിച്ചൊന്നും നടക്കണ്ട. എടാ, നീ നിസ്കാരത്തിൽ നല്ലപോലെ അത്തഹിയാത്തിരുന്നിട്ട് നീ ആ കാവലൊന്ന് തേടി നോക്കിയേ. നിനക്ക് കണ്ണീറും ഉണ്ടാവൂല, ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവൂല, ഒരു അസതും ഉണ്ടാവൂല. നിസ്കാരത്തിൽ ഇങ്ങനെ വെല്ലം വെച്ച് ഇങ്ങനെ ഇരിക്കുകയാണ്. എന്താണ് നീ ശ്രദ്ധിക്കുന്നില്ല? വളരെ ശ്രദ്ധിക്കുക. കുറെ കാര്യങ്ങൾ ശ്രദ്ധിക്കാറുണ്ട് നമ്മളെ കാര്യങ്ങൾ. എങ്കിലും നമ്മൾ ക്ലിയർ ആവും. ഇതുവരെ നമ്മൾ പഠിച്ചൊരു പഠനമല്ല ഈ പഠിപ്പിക്കുന്നത്. അള്ളാഹു തൗഫീഖ് തരട്ടെ, അള്ളാഹു തൗഫീഖ് തരട്ടെ. വമിൻ ഫിത്നത്തിൽ മഹ്യാ വൽ മമാത്, ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിലുള്ള ഫിത്ന, എല്ലാ ഫിത്നയും ഇതിൽപ്പെട്ടു. നമ്മുടെ ഭാര്യയുടെ കുടുംബത്തിൽ നിന്ന് വരുന്ന ബുദ്ധിമുട്ട്, പ്രയാസങ്ങൾ, നമ്മുടെ കുടുംബത്തിൽ നിന്ന് അയൽവാസികളുടെ അസൂയ, പക, വിദ്വേഷം, വെറുപ്പ് ഒക്കെ അതിൽ ഉൾപ്പെടുകയാണ്. എല്ലാം അതിലുൾപ്പെട്ടു. ദുന്യാവിൽ നീ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ എന്തൊക്കെ ഫിത്നകൾ വരുന്നുണ്ടോ, കണ്ണീർ വരുന്നുണ്ട്, അസൂയ വെക്കുന്നുണ്ട്, മാരണം ചെയ്യുന്നവരുണ്ടാകാം, കൂടോത്രം ചെയ്യുന്നവരുണ്ടാകാം. ഇതിൽ നിന്നൊക്കെ നിനക്ക് രക്ഷ കിട്ടും. നീ അത്തയ്യാത്തിരുന്നിട്ട് മര്യാദ കൊണ്ട് ദ്വാരക്കടാ. ഇതൊക്കെ നബിതങ്ങൾ പഠിപ്പിച്ചതാ. ഒമിൻ ഫിത്നത്തിൽ മഹ്യാ വൽ മമാത്, മരിക്കുന്ന സന്ദർഭത്തിലുള്ള ഫിത്ന, ഇടങ്ങേറ്, ബുദ്ധിമുട്ട്. ആ സമയത്ത് പിശാച് വന്നിട്ട്, എടാ ഞാനാണ് നിന്റെ റബ്ബ്, എന്നെ കൊണ്ട് വിശ്വസിക്കുമെന്ന് പറഞ്ഞ് കെലിമ ചൊല്ലിപ്പിക്കാതിരിക്കുന്ന അവസ്ഥ. ഇതിനെ തൊട്ടൊക്കെ റബ്ബേ എന്നെ നീ കാക്കണേ എന്ന് നീ എവിടെ ചോദിക്കുന്നുണ്ട്? എവിടെ ചോദിക്കുന്നുണ്ട്? നിസ്കാരത്തിൽ ചോദിക്കുന്നുണ്ട്. ഇത് ആര് ശ്രദ്ധിക്കുന്നു? ഇതുവരെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? നീ അങ്ങോട്ട് ശരിയായിട്ടിരിക്കും. നീ ശരിയാക്കി. നിന്നെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം. അള്ളാഹു തൗഫീഖ് തരട്ടെ. വമിൻ ഫിത്നത്തിൽ മസീഹി ദജ്ജാൽ, ദജ്ജാലിന്റെ ഫിത്നയെ തൊട്ടും എന്നെ നീ കാക്കണേ അല്ലാഹ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇങ്ങനെ നമസ്കാരത്തിലുള്ള ദിക്റുകളും കാര്യങ്ങളും നിങ്ങൾ ശ്രദ്ധിച്ചാൽ ഒന്നാമത്തെ ലിസ്റ്റ് നമ്മുടെ കയ്യിലെത്തി എന്ന് പറഞ്ഞാൽ ഏതാ? ലിസാനുൻ ദാക്കിറുൻ, അള്ളാഹുവിനെ ദിക്ർ ചൊല്ലുന്ന നാവ് നമ്മുടെ കൈകളിലുണ്ടെങ്കിൽ രക്ഷപ്പെട്ടു. ഒന്നാമത്തെ നിധി നമ്മൾ ഉൾപ്പെടുത്തി. അള്ളാഹു തൗഫീഖ് തരട്ടെ, അള്ളാഹു തൗഫീഖ് തരട്ടെ. അസ്തഗ്ഫിറുല്ലാഹൽ അലീം ഒരു 100 പ്രാവശ്യം ഇൻഷാ അല്ലാഹ് ഞാൻ ചൊല്ലുമെന്ന് നിയ്യത്ത് വെച്ചവർ ഒന്ന് കൈ ഉയർത്തിക്കുക. ബിസ്മില്ലാ നോക്കട്ടെ. അൽഹംദുലില്ലാ, അള്ളാഹു കബൂലാക്കട്ടെ. ഈ രാവിനോട് നമ്മളൊരു പ്രതിജ്ഞയാണ്. ഈ രാവിനൊരു മഹത്വം ഒന്നും ഇല്ല കേട്ടോ. ഈ രാവിനൊരു മഹത്വം റബീഉൽ ആഖിറിൻ്റെ ഒരു മഹത്വം മാത്രമേ ഉള്ളൂ. അല്ല, ന്യൂ ഇയർ നമുക്കില്ലല്ലോ.
ഇൻഷാ അല്ലാഹ് ദുആ ചെയ്യും, കൂട്ട ദുആ ഉണ്ട്. ആ കൂട്ട ദുആയിൽ പങ്കെടുത്തിട്ടേ പോകാവുള്ളൂ. അത് പറയാനുള്ള കാരണം ഈ രാവിലെ ഒരുപാട് ആളുകൾ അശ്ലീലതയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് നമ്മൾ റബ്ബിലേക്കൊന്ന് കരഞ്ഞ് ദുആയിരുന്നാൽ ഉറപ്പാണ് റബ്ബ് നമുക്ക് ഇജാബത്ത് തരും, ഉറപ്പാണ്, അതിന് സംശയമില്ല. ഇത് കേരളക്കാർ മാത്രമല്ല, ലോകം മുഴുവനും പാശ്ചാത്യ രാജ്യങ്ങൾ ഉൾപ്പെടെ ഉറക്കമൊഴിച്ച് ദീപം തെളിച്ചുകൊണ്ട് അശ്ലീലത ലോകത്തേക്ക് പോകുന്നവർ, കാമുകന്മാരുമായി സല്ലപിച്ചുകൊണ്ട് ബീച്ച് റോഡിൽ കറങ്ങി നടക്കുന്നവർ, സിഗരറ്റ് വലിച്ചുകൊണ്ടും പുകയും മദ്യവും മദിരാശിയുമായി നടക്കുന്ന ചെറുപ്പക്കാർ, യുവാക്കളുള്ള ഈ സമയത്ത് അള്ളാഹുവിനെ ദിക്ർ ചൊല്ലി സ്മരിച്ചുകൊണ്ട് ഓർത്തുകൊണ്ട് ഒരുമിച്ച് കൂടി ആളുകൾക്ക് റബ്ബൽ കാരുണ്യം ചിരിയൂലേ? നമ്മൾ എവിടെ ഇരിക്കുന്നത് അൽ മജ്ലിസുൽ ഇൽമി റൗദത്തും മിൻ റിയാദിൽ ജന്ന ശഫീഉന റസൂലുള്ളാഹി. അറിവ് പഠിക്കുന്ന മജ്ലിസ്, ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്ന മജ്ലിസ്, അത്തരത്തിലുള്ള മജ്ലിസിൽ വന്നിരിക്കുക എന്ന് പറഞ്ഞാൽ റൗളത്തും മിൻ റിയാദിൽ ജന്ന, സ്വർഗീയ പൂന്തോപ്പിലിരിക്കുന്നത് പോലെയാണ്. അല്ലാഹു തൗഫീഖ് തരട്ടെ. ഇൽമു പഠിപ്പിക്കുകയും ഖുർആൻ പഠിപ്പിക്കുകയെന്നും എടുത്തു പറയാൻ കാരണം എന്താണെന്നറിയോ? ഇത് നാൾ പ്രസംഗിച്ചപ്പോൾ കുറേ പേര് എറണാകുളം മജ്ലിസിൽ പോയിരുന്നു, ഹോട്ടലിൽ. എന്നിട്ട് പറഞ്ഞ് നമുക്ക് സ്വർഗീയ പൂന്തോപ്പ് കിട്ടിയെന്ന്. മജ്ലിസിൽ പോയിരിക്കുക എന്ന് പറയുമ്പോൾ അങ്ങനെ കരുതുന്നവരുണ്ട്. അതല്ല, എവിടെയാണിത്? മജ്ലിസുൽ ഇൽമാണ്, ഇൽമിൻ്റെ മജ്ലിസാണ്. അല്ലാഹു തൗഫീഖ് തരട്ടെ. ഇൻഷാ അല്ലാഹ് ദുആ ചെയ്യും, കൂട്ട ദുആ ഉണ്ട്. ആ കൂട്ട ദുആയിൽ പങ്കെടുത്തിട്ടേ പോകാവുള്ളൂ. അത് പറയാനുള്ള കാരണം ഈ രാവിലെ ഒരുപാട് ആളുകൾ അശ്ലീലതയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് നമ്മൾ റബ്ബിലേക്കൊന്ന് കരഞ്ഞ് ദുആയിരുന്നാൽ ഉറപ്പാണ് റബ്ബ് നമുക്ക് ഇജാബത്ത് തരും, ഉറപ്പാണ്, അതിന് സംശയമില്ല. ഇത് കേരളക്കാർ മാത്രമല്ല, ലോകം മുഴുവനും പാശ്ചാത്യ രാജ്യങ്ങൾ ഉൾപ്പെടെ ഉറക്കമൊഴിച്ച് ദീപം തെളിച്ചുകൊണ്ട് അശ്ലീലത ലോകത്തേക്ക് പോകുന്നവർ, കാമുകന്മാരുമായി സല്ലപിച്ചുകൊണ്ട് ബീച്ച് റോഡിൽ കറങ്ങി നടക്കുന്നവർ, സിഗരറ്റ് വലിച്ചുകൊണ്ടും പുകയും മദ്യവും മദിരാശിയുമായി നടക്കുന്ന ചെറുപ്പക്കാർ, യുവാക്കളുള്ള ഈ സമയത്ത് അള്ളാഹുവിനെ ദിക്ർ ചൊല്ലി സ്മരിച്ചുകൊണ്ട് ഓർത്തുകൊണ്ട് ഒരുമിച്ച് കൂടി ആളുകൾക്ക് റബ്ബൽ കാരുണ്യം ചിരിയൂലേ? നമ്മൾ എവിടെ ഇരിക്കുന്നത് അൽ മജ്ലിസുൽ ഇൽമി റൗദത്തും മിൻ റിയാദിൽ ജന്ന ശഫീഉന റസൂലുള്ളാഹി. അറിവ് പഠിക്കുന്ന മജ്ലിസ്, ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്ന മജ്ലിസ്, അത്തരത്തിലുള്ള മജ്ലിസിൽ വന്നിരിക്കുക എന്ന് പറഞ്ഞാൽ റൗളത്തും മിൻ റിയാദിൽ ജന്ന, സ്വർഗീയ പൂന്തോപ്പിലിരിക്കുന്നത് പോലെയാണ്. അല്ലാഹു തൗഫീഖ് തരട്ടെ. ഇൽമു പഠിപ്പിക്കുകയും ഖുർആൻ പഠിപ്പിക്കുകയെന്നും എടുത്തു പറയാൻ കാരണം എന്താണെന്നറിയോ? ഇത് നാൾ പ്രസംഗിച്ചപ്പോൾ കുറേ പേര് എറണാകുളം മജ്ലിസിൽ പോയിരുന്നു, ഹോട്ടലിൽ. എന്നിട്ട് പറഞ്ഞ് നമുക്ക് സ്വർഗീയ പൂന്തോപ്പ് കിട്ടിയെന്ന്. മജ്ലിസിൽ പോയിരിക്കുക എന്ന് പറയുമ്പോൾ അങ്ങനെ കരുതുന്നവരുണ്ട്. അതല്ല, എവിടെയാണിത്? മജ്ലിസുൽ ഇൽമാണ്, ഇൽമിൻ്റെ മജ്ലിസാണ്. അല്ലാഹു തൗഫീഖ് തരട്ടെ.